എത്ര കായുണ്ട്? 170. ഇവരെ കൊണ്ട് 170 കായനെയൊക്കെ എണ്ണിക്കഴിഞ്ഞു. തേൻ കിട്ടില്ല അല്ലേ? തേനുണ്ട്. വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇത് ഞാനും അച്ഛനും കൂടി മെടഞ്ഞുണ്ടാക്കിയത് കേട്ടോ. എങ്ങനെയുണ്ട്? എന്നാ ചെനപ്പൂനെ പറിച്ചോളൂ. വിരിഞ്ഞ മണായിരിക്കും അല്ലേ? കണ്ടോ ഗൈസ്, ചേനപ്പൂവാണ് കേട്ടോ. ഓക്കെ, ചുവപ്പ് ചീരനെ പറിച്ചിട്ടുണ്ട്. ഇനി എന്താ പറിക്കാനുള്ളത്? അപ്പൊ ഇന്നത്തെ വിളവെടുപ്പാണ്. 2 ചെരങ്ങ, ചീര, മറ്റേ ഇതെന്തായിരുന്നു, ചേനപ്പൂവ്, തക്കാളി. ഞാൻ പിടിക്കാം. കുഴപ്പമില്ല, 2 പിടിക്കാം. ഹുസൈനല്ല, ഉമ്മർ. ഇത് അന്ന് അമ്മ കാണിച്ച കൊലല്ലേ? 4 വീണുപോയി. ആണോ? അതൊക്കെ എവിടെ പോയി? ഞാനില്ല. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛനും അമ്മയും തൊടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ പറിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇത് ഞാനും അച്ഛനും കൂടി മെടഞ്ഞുണ്ടാക്കിയത് കേട്ടോ. എങ്ങനെയുണ്ട്? ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, നമ്മുടെ കോവയ്ക്ക വളർന്ന് ടോപ്പ് വരെ എത്തി. ആള് മേലെ പിടിച്ചു. കോവയ്ക്ക പടർത്താൻ വേണ്ടി ഉണ്ടാക്കിയ എന്താ പറയുക, നെറ്റാണ്. ഞങ്ങൾ തന്നെ കയറ് വാങ്ങി, ഞങ്ങൾ തന്നെ, ഞാനും അച്ഛനും കൂടിയും എന്താ പറയുക, മെടഞ്ഞുണ്ടാക്കിയതാണ്. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പറക്കാനുള്ളത് നോക്കട്ടെ. ഓ, ചേനയൊക്കെ വലുതായോ. ഇവിടെ നിന്നായിരുന്നു പണ്ട് ഞങ്ങൾ ചേനപ്പൂ പറിച്ചത്. എവിടെ രണ്ടാളും? അയ്യോ. ഓക്കെ ഗായ്സ്, ഞാൻ വന്നു. എന്താ പറിക്കാനുള്ളത്? കുറേ പരിപാടി ഉണ്ടോ? എന്താ താരം? ഇവിടെയുണ്ടോ ചേനപ്പൂവ്? ചേനപ്പൂവിനെ പറിക്കാൻ പോവാ അല്ലേ? ഓക്കെ, എന്നാ ചേനപ്പൂവിനെ പറിച്ചോളൂ. വിരിഞ്ഞ മണായിരിക്കും അല്ലേ? കണ്ടോ ഗൈസ്, ചേനപ്പൂവാണ് കേട്ടോ. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണായിരിക്കും. ഇതിനെ കറി വെക്കാൻ പോവാ അല്ലേ, പരിപ്പിട്ടിട്ട്? ചീരയുണ്ടോ? അവക്കേടോ ഒക്കെ വലുതായി. മ്ലാത്താങ്കണ്ണി. അവിടെ ഒരു വാഴ, ഒരു കുട്ടി വന്ന അതെങ്ങനെ? അതിന്റെ കുട്ടി ഉണ്ടായപ്പോ ഞങ്ങള് ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി ആ കുട്ടീനെ മാറ്റിയത്. ഓഹോ, വീണേ ഞാൻ. ഓക്കെ, നേന്ത്രവാഴയല്ലേ? ചീര. ഓക്കെ, ചുവപ്പ് ചീരനെ പറിച്ചിട്ടുണ്ട്. ഇനി എന്താ പറിക്കാനുള്ളത്? ചെരങ്ങ പറിക്കാനുണ്ട്. ചെരങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. 1, 2, 2 ഉള്ളൂ. അവിടെ ഒന്നുണ്ട്. 3. ഓക്കെ, 1. നെക്സ്റ്റ് ഞാൻ പിടിക്കാം, കട്ട് ചെയ്തോളൂ. 7 ഉണ്ട് വലുതാവാനുള്ളത് അല്ലേ? നമ്മൾ മറ്റേ ഫ്ലൈ ട്രാപ്പ് വെച്ചതുകൊണ്ടേ ഒന്നിനും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. മുറത്തിലൊന്നും കയറില്ല അത്. ഞാൻ പിടിക്കാം. കുഴപ്പമില്ല, 2 പിടിക്കാം. മത്തനൊന്നും ഇല്ലേ?
എന്നാ ഇല പറിച്ചിട്ട് നമുക്ക് മറ്റേ എന്തോ ഒരു താളിപ്പോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടാക്കില്ല അമ്മ? അങ്ങനെയാണ് ഗൈസ്. ഇതാ ഇവിടെ കുറെ ചീര മൂത്ത് പോയി അല്ലേ? വാഴേന്റെ കണയോ? ആ ഹാ ഹാ ഓക്കെ, അതിനാ കണാന്ന് പറയാ. അങ്ങനെയാണ് ഗൈസ്. ഉണ്ടോ ചെരങ്ങ? എവിടെ അമ്മ? ഇത് മറ്റേ ഞാലിപ്പൂവൻ നമ്മുടെ വൈറ്റ് ഞാവൽ കായ്ച്ചു എന്ന് പറഞ്ഞു. ആണോ? അടുത്ത് പോയാലേ കാണുള്ളൂ അല്ലേ? എന്തെന്നെ കുത്തിയത്? ഇതെന്തായിരുന്നു? ഇത് ഓറഞ്ച് അതല്ലായിരുന്നോ? ഇത് ഓറഞ്ചാ? നാരങ്ങ അല്ലേ? നാരങ്ങ ഉണ്ട്. ഇപ്പം എന്തൊക്കെ ഞാനൊന്നും അറിയില്ലല്ലോ. ഇതാ ഇവിടെ ഒരു വാഴ. ഇതിനൊന്നും കാണാൻ പോലില്ലല്ലോ. ഇവിടെ ഇരിക്കി നോക്കട്ടെ, ഞാൻ വൈറ്റ് ഞാവൽ പോയി നോക്കിയിട്ട് വരാം. ഇതാണോ കായ എന്ന് ഉദ്ദേശിച്ചത്? ദൈവമേ, ആണോ? ആയിരിക്കില്ലേ? എനിക്ക് കാണുന്നുണ്ടോ? ഇതാ ഈ അറ്റത്ത് കാണുന്ന അതുപോലത്തെ കുറേ എണ്ണം ഉണ്ട്. ഇത്രയും ചെറുതാവുമ്പോഴൊക്കെ കായ്ക്കുമോ? പീനട്ട് ബട്ടറൊക്കെ അതാ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കിളികളുടെ ഭക്ഷണമാണ് ഇപ്പം പീനട്ട് ബട്ടർ. ലോങ്കനോ? ഏതാ ചെറിയ ചെടിയോ? ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാതായപ്പോഴേക്ക് എല്ലാം കൂടെ മുട്ടിട്ടോ. ലോങ്കനൊക്കെ നമ്മൾ കുഴിച്ചിട്ടിട്ട് ഇപ്പൊ അടുത്തല്ലായുള്ളൂ. എടാ പൂവിട്ടു. കണ്ടു 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 കണ്ടു. ലോങ്കൻ. നിങ്ങൾ രണ്ടാളും കുഴിച്ചിട്ട് നേന്ത്രവാഴത്തിൽ ഏതാ ബെറ്റർ? അച്ഛൻ കുഴിച്ചിട്ട് അതല്ലായിരുന്നോ? അല്ല, നിങ്ങൾ രണ്ടാളും ഓരോന്നോരോന്നല്ലേ കുഴിച്ചിട്ടത്? രണ്ടും ചെങ്കലല്ലേ? ഒന്ന് പിടിച്ചോളൂ. നല്ല വെയിലുണ്ട് കേട്ടോ. ഹുസൈൻ അല്ല, ഉമ്മർ. ഇത് അന്ന് അമ്മ കാണിച്ച കൊലല്ലേ? ആണോ? അതൊക്കെ എവിടെ പോയി? ഞാനില്ലാത്ത സ്പോട്ടിലേ 4 എണ്ണം കൊഴിഞ്ഞു വീണപ്പോ അതിനെയൊക്കെ സുരുട്ടിക്കളഞ്ഞു. അങ്ങനെയാണ് ഗായ്സ്. ഇതെന്തായിരുന്നു? മഞ്ഞ കൂർക്ക അല്ല, എന്താ? മാങ്ങഞ്ചി. എന്തൊക്കെയാ ഞാൻ പറയുന്നു. കാവുത്തെന്തായി? നനക്കിഴങ്ങോ? റോബസ്റ്റാ നമ്മുടെ. ആണോ? ഞാനിവിടുന്ന് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു കൂമ്പ് വന്നിട്ടേ ഉള്ളൂ. ഈ സൈഡിലേക്ക് ഞാൻ അധികം വരാറില്ല. ഏട്ടാ, എത്ര കായുണ്ട്? 170. ഇവരെ കൊണ്ട് 170 കായനെയൊക്കെ എണ്ണിക്കഴിഞ്ഞു. തേൻ കിട്ടില്ല അല്ലേ? തേൻ ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ സാധനങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ? അമ്പഴങ്ങ. അമ്പഴങ്ങ എന്താ ഓറഞ്ച് നിറത്തില്? പഴുത്തതാ? പഴുത്തിട്ട് വീണതാ? ആണോ? മധുരമ്പഴങ്ങ. ഓഹോ, എന്നാ അതും കഴിച്ചു നോക്കാം. കോവയ്ക്ക. കോവയ്ക്ക ഞാൻ കാണിച്ചു കൊടുത്തു. ഓ പിന്നെ കഷ്ടപ്പാടാ. ഇവിടെ വന്നിരിക്കും. ഇതാണ് കൂട്ടരുടെ സ്ഥലം. ഇപ്പൊ തൊടിയിലേക്ക് അധികം പോവില്ല, ചൂടായതുകൊണ്ടേ. തക്കാളിയും പറിക്കാനുണ്ടോ? എന്താ? മുരിങ്ങ പറിച്ചു. ആണോ? ഓക്കെ.
പിന്നെ തക്കാളിയും കൂടെ പറിക്കാനുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അച്ഛൻ ഈ ചിരങ്ങ പിടിച്ചോളൂ, ഞാനേ ഇതൊന്ന് അതിങ്ങ് തന്നോളാം. ആ മുറം ഇത് പറിച്ചിട്ട് ഇങ്ങോട്ട് തന്നോളൂ. വേണമുണ്ട്, ഇതിൻ്റെ സൈഡിലിടാം. ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കോവയ്ക്ക കാണിച്ചു തരാം കേട്ടോ. പക്ഷെ കുറച്ച് സമയം എടുക്കും. കുഞ്ഞി കുഞ്ഞിതൊക്കെ ഉണ്ട്. ആ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലല്ല കുഴപ്പമില്ല, ഞാൻ പിടിക്കാം. ആ ഇപ്പം വിളവെടുക്കാനുള്ള ടൈമാണ്. മഴയൊക്കെ വന്നു കഴിഞ്ഞാലേ പിന്നെ നടക്കില്ല. അതെ, ഇനിയിപ്പം തക്കാളി ഇതിലെവിടെ വെക്കുക? ഇതിൽ സ്ഥലമില്ല, വെച്ച് നോക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ വിളവെടുപ്പാണ്. 2 ചിരങ്ങ, ചീര, മറ്റേ ഇതെന്തായിരുന്നു, ചേനപ്പൂവ്, തക്കാളി, ഒരു മധുരമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് വീണിട്ട്. ഓക്കെ, കുറച്ചുണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ. രണ്ടാൾക്കും ബൈ ബൈ പറയാൻ പ്രയാസം. ഓക്കെ, ബൈ 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 ഗൈസ്.